അപ്പോൾ ഇന്നലെ തന്നെ എൻ്റെ വീട്ടിൽ കസിൻസ് എല്ലാവരും കൂടി വന്നിട്ടുണ്ടായിരുന്നേ. എന്തായാലും 2-3 ദിവസം ലീവല്ലേ, അപ്പോൾ എല്ലാവരും വിചാരിച്ചൊന്ന് ചുമ്മാ പുറത്തൊക്കെ ഒന്ന് കറങ്ങാൻ പോവാന്ന്. അങ്ങനെ ഞങ്ങൾ കോഴിക്കോടേക്ക് തന്നെ ഇറങ്ങാമെന്ന് വിചാരിച്ചു. എന്താന്ന് വെച്ചാൽ ഫാമിലിയിൽ ഒരു ഫംഗ്ഷൻ വരുന്നുണ്ട്, അപ്പോൾ കുറച്ച് ഡ്രസ്സ് എടുക്കാനുണ്ട്. അങ്ങനെ ഞങ്ങളിതാ മുട്ടായി തെരുവിലേക്കാണ് ഫസ്റ്റ് തന്നെ പോകുന്നത്. അവിടേക്ക് കയറുന്നതിൻ്റെ സൈഡിൽ തന്നെയുള്ള ഈ ഒരു കടയിലാണ് ഞങ്ങൾ ആദ്യം കയറിയത്. ഈ ഒരു കടയിലേക്ക് കയറാനുള്ള കാരണം ശരിക്കും ഞങ്ങൾക്കൊന്നും മേടിക്കാനൊന്നും ഉണ്ടായിട്ടല്ല, മറിച്ച് ദൂരെ നിന്ന് തന്നെ കണ്ടപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു ഭംഗി ഭയങ്കരമായിട്ട് അടിപൊളിയായി തോന്നിയോണ്ട് ഉള്ളിലോട്ട് കയറാമെന്ന് വിചാരിച്ചതാണ്. അങ്ങനെ അവിടെയൊക്കെ കുറച്ച് നേരം നോക്കി ഞങ്ങളെ മെയിൻ പരിപാടിയിലേക്ക് കടന്നു. ഡ്രസ്സിന് വേണ്ടി തന്നെ ഞങ്ങൾ ഒരുപാട് ഷോപ്പ് കയറിയിട്ടുണ്ടായിരുന്നു. ഓൾറെഡി എങ്ങനത്തെ ടൈപ്പ് ഡ്രസ്സ് എടുക്കണം എന്നൊന്നും പ്ലാൻ ചെയ്യാത്തതുകൊണ്ട് തന്നെ ഫുള്ള് കൺഫ്യൂഷനിലായിരുന്നു ഞങ്ങൾ. പിന്നെ ചെരുപ്പും മേടിക്കാനുണ്ടായിരുന്നു, അതിൻ്റെ കടയിലും കയറി, അവിടെയും നല്ല കളക്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ട ഓരോ ഐറ്റം ഓരോ കടയിലായിരുന്നു. അങ്ങനെ വേണ്ട കടകളിലൊക്കെ കയറി അത്യാവശ്യത്തിനുള്ള സാധനമൊക്കെ മേടിക്കുമ്പോഴത്തേക്കും നല്ലോണം ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു. ബാക്കി ഷോപ്പിങ്ങിനായിട്ടുള്ള എനർജിക്ക് വേണ്ടി ഞങ്ങൾ ഓരോ ചിക്കു ഷേക്കും വാങ്ങി കുടിച്ചിട്ടുണ്ടായിരുന്നേ. അതിനുശേഷം ഞങ്ങളൊന്ന് സൺഡേ മാളും കയറിയിട്ടുണ്ടായിരുന്നേ. അവിടെ അത്യാവശ്യത്തിന് നല്ല തിരക്കുണ്ടായിരുന്നു. അങ്ങനെ ഒരുവിധം എല്ലാ പരിപാടിയും കഴിഞ്ഞിതാ ഞങ്ങൾ ഇറങ്ങാൻ നോക്കുകയായി. കുറച്ച് നേരം ഒന്ന് ഇരുന്ന് ക്ഷീണം മാറ്റാന്നുള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾ ആ മരത്തിൻ്റെ ചോട്ടിൽ കുറേ അധികം നേരം തന്നെ ഇരുന്നിട്ടുണ്ടായിരുന്നേ. അങ്ങനെ അവിടുന്ന് ഞങ്ങൾ എല്ലാവരും കൂടി ബസ്സിൽ കയറി. അവരെല്ലാവരും പേരാമ്പ്രയ്ക്കാണ് പോകുന്നത്. ഞാൻ അങ്ങനെ ഉള്ളേരി ഇറങ്ങിയപ്പോൾ നമ്മളെ നാട്ടിലേക്കുള്ള ബസ് ഉണ്ടായിരുന്നു. അതിൽ കയറി ഇരുന്നൊന്ന് ക്ഷീണം മാറ്റാൻ വേണ്ടി ഒരു ടിസോ മേടിച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ കുടിച്ചിരുന്നേ. ബസ് ഇവിടുന്ന് സ്റ്റാർട്ട് ആവാൻ വേണ്ടി ഇനിയും അരമണിക്കൂർ ഉണ്ടായിരുന്നു. ആ ഒരു സമയത്തിനുള്ളിൽ ഞാൻ എൻ്റെ ബോറടി മാറ്റാൻ എന്താ കുറേ വീഡിയോസ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ബസ് സ്റ്റാർട്ടായി ഞാൻ നേരെ വീട്ടിലേക്ക് വിട്ടു. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം ഞാൻ എപ്പോഴും പറയും പോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ആ സബ്സ്ക്രൈബും കൂടി തന്ന് സപ്പോർട്ട് ആക്കണേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.